Damsure, expert Buildcare. നമസ്കാരം, റൈറ്റ് ട്രാക്കിൻ്റെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് എല്ലാ UBL പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് ഞാൻ ശ്രീകണ്ഠൻ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് കരാമയിലാണ്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന Damsure എന്നൊരു കമ്പനിയുടെ ഗ്ലോബൽ ലോഞ്ചിങ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ Damsure എന്നൊരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ്, നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് അവർ നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു പ്രോഡക്ട്സ് ഇപ്പോൾ ഒരു ഗ്ലോബലൈസ് ചെയ്യാൻ പോകണം, അതായത് നമ്മുടെ ദുബായിലും കൊണ്ടുവരാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് ഇന്ന് കരാമയിൽ വെച്ച് നടക്കുകയാണ്. ആ ഒരു വിഷ്വൽസ് ആണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. Damsure എന്നൊരു കമ്പനിയെക്കുറിച്ചും അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചും കൂടുതലായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രേക്ഷകരോട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ Damsure എന്ന ഈ കമ്പനിയുടെ CEO മുനവർ അദ്ദേഹത്തെ നമ്മുടെ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം സർ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു, ഞാൻ Damsure എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എങ്കിലും ചിലർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവില്ല. മറ്റു പല പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തിട്ട് അതിൽ അബദ്ധമായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എത്തരത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാമോ? ആക്ച്വലി 1996 ആണ് ഈ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വീട് എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ്. പ്രവാസികളോട് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആളുകള് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നല്ലൊരു വീട് വെക്കുക എന്നുള്ളതാണ്. ആ ഒരു 25 വർഷം മുന്നേ നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിന്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അത് നിലവിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ വീടുകളിലെല്ലാം അല്ലെങ്കിൽ കെട്ടിടങ്ങളിലെല്ലാം വാട്ടർ ലീക്കേജ് വളരെയധികം ഒരു വീടിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വാട്ടർ ലീക്കേജ് ഇഷ്യൂ ആണ്. വീടുണ്ടാക്കുന്നു, അതിന് ഏറ്റവും നല്ല രൂപത്തിൽ മനോഹരമായ രൂപത്തിൽ വീട് നിർമ്മിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിലും ഏതൊരാൾക്കും ആശങ്കയുള്ളത് എൻ്റെ വീടിനൊരു ലീക്കേജ് വരുമോ, ഡാമേജ് വരുമോ, അതുകൊണ്ട് വീടിന്റെ ഭംഗി നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ 25 വർഷം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് മുന്നോട്ട് ഒരു വാട്ടർ പ്രൂഫിംഗ് പിന്നെ സർവീസ് മുന്നോട്ട് പോയി. അന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം അത് ലോകത്തെ വിവിധ ഭാഗങ്ങളെ പോലെയല്ല. അവിടെ മഴ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഏകദേശം 6 വർഷം മുന്നെയാണ് നമ്മൾ മാനുഫാക്ചറിങ്, നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യം മുന്നിൽ കൊണ്ടുകൊണ്ട് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമുക്ക് കേരളത്തിൽ നല്ലൊരു സ്വീകാര്യത അതിന് ലഭിച്ചു. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. വ്യത്യസ്തങ്ങളായിട്ട് പ്രൊഡക്റ്റ്, ഓരോ പർപ്പസിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ ഒരുപാട് പ്രോഡക്റ്റുകൾ 40-ലധികം പ്രൊഡക്റ്റുകൾ നമ്മൾ ആക്ച്വലി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, മെയിൻലി ഫോക്കസിംഗ് ഓൺ വാട്ടർ പ്രൂഫിംഗ്. നെക്സ്റ്റ് ഒരു ബ്രാൻഡിലേക്ക്, ഒരു കുറച്ചുകൂടി കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ബ്രാൻഡിലേക്ക് വന്നു. അങ്ങനെ Damsure ലോഞ്ച് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ് നമ്മൾ Damsure ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലും അതുപോലെ തമിഴ്നാട്, പിന്നെ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മുടെ സേവനം അവൈലബിൾ ആണ്. അതിങ്ങോട്ടിറക്കി മുന്നിലേക്ക് വെച്ചോ. എന്താ മനോഹര, പ്രൊജക്ട് ഭംഗിയായിട്ട് നടക്കുന്നില്ല? പണിയും പ്രൊജക്ടുകളൊക്കെ വീണ്ടും പോലെ നടക്കുന്നുണ്ട്. പക്ഷെ പണി കഴിഞ്ഞാൽ ബിൽഡിംഗിൽ കൊടുക്കത്തെ ചോർച്ചയാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടേണ്ടി വരും, പണിയും പോവും. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അതിനിപ്പോ എന്താ സാർ പരിഹാരം? Damsure പേര് പോലെ 100% വിശ്വസിക്കാം. എന്റെ എല്ലാ പ്രോജക്റ്റിന്റെ കരുത്തും വിജയവും Damsure തന്നെ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കെട്ടിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും ചോർച്ചകളും അടക്കം മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് Damsure. നല്ല കോൺട്രാക്ടർ ആകണമെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കണം. ജർമ്മൻ ടെക്നോളജിയും നൂതന സാങ്കേതിക വിദ്യകളുമാണ് Damsureന്റെ കരുത്ത്. അതുപോലെ Damsure പ്രോഡക്റ്റുകൾ മികച്ച ബോണ്ടിംഗ് ഉള്ളവയും വളരെയധികം ഇലസ്റ്റോമെറിക്കുമാണ്. ഇത് കോൺക്രീറ്റുകൾക്കും പ്ലാസ്റ്ററിങ്ങിനും മികച്ച ഈടും ബലവും നൽകുന്നു. ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ തന്നെ Damsure പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ചോർച്ച എന്നത് വെറും ഒരു കഥ മാത്രം. നിലവിൽ ചോർച്ച ഉണ്ടെങ്കിൽ അതിനുണ്ടൊരു പരിഹാരം. അപ്പം നമുക്ക് Damsureലേക്ക് മാറാം. 100%.
Damsure. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇനി Damsureന്റെ സമ്പൂർണ്ണ പരിരക്ഷ. സേവനങ്ങളെന്ന് പറയുമ്പോൾ അത് വൺ ടൈം ആണോ അല്ലെങ്കിൽ പിന്നെ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നിങ്ങൾ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണ് അത് ചെയ്യുക? അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റിൽ നിരവധി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ശരിക്കും വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ യൂസേജ് കൊണ്ട് മാത്രം സോൾവ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ല. കാരണം നമുക്കറിയാം ഹൈലി പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് ഉണ്ടാകുന്ന വിള്ളലുകൾ, ക്രാക്കുകൾ, അതുപോലെ തന്നെ മറ്റ് ഇഷ്യൂസ് കാരണത്താലാണ് ഈ ലീക്കേജ് വരുന്നത്. ഒരു കെമിക്കൽ യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രശ്നം സോൾവ് ആവില്ല. അവിടെയാണ് നമ്മുടെ സർവീസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ സർവീസ് എത്രത്തോളം പിന്നെ സിസ്റ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രോപ്പർ ആണ് എന്നുള്ളതിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പെർഫെക്ഷൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്തത് ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു. നമ്മൾ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ പാരലി നമ്മൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സർവീസ് സെഗ്മെന്റ് കൂടി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവർ കറക്റ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് കൂടും. സർവീസ് സിസ്റ്റമാറ്റിക് ആണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 40-ലധികം 40+ ക്വാളിറ്റി ചെക്കിംഗ് പ്രൊസീജിയർ നടക്കുന്നുണ്ട്. ഇനീഷ്യൽ വിസിറ്റിംഗ് മുതൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞ് ആ ഒരു സ്റ്റേജ് വരെ 40+ ക്വാളിറ്റി ചെക്കിംഗ് പ്രൊസീജിയർ നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വാറണ്ടി ആളുകൾക്ക് കൊടുക്കാൻ കഴിയും. ഇത് നമ്മൾ പ്രൊഡക്റ്റ് സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലീക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കാൻ കഴിയും. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യതയ്ക്കുള്ള പ്രധാനപ്പെട്ട റീസൺ. ഇപ്പൊ നമ്മുടെ നാട്ടിലായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു Damsure കമ്പനി കാര്യങ്ങൾ നടത്തുക. അപ്പോൾ ഈ ഒരു പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലോഞ്ചിങ്ങിന് മുന്നേ ഒരുമായിട്ട് ഇവിടുത്തെ ഒരു സ്വീകാര്യത കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്താണ്? ആക്ച്വലി നമുക്ക് നിരന്തരമായി വരുന്ന കോളുകൾ അനലൈസ് ചെയ്യണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളായിട്ട് മലയാളീസിന്റെ കോളുകൾ നിരന്തരം വരുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വീട് എന്നുള്ളത് അവർ മക്കളെ പോലെ കാണുന്ന ഒരു കേസാണ്. അപ്പൊ അവിടെ ആ വീടിനുണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ അത് നമ്മളെ അവരെ കോളുകൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു. അവരിൽ നിന്ന് കിട്ടിയ വലിയൊരു സ്വീകാര്യതയും അവരിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസതയും നമുക്ക് വേറെ ഏറെ ഉപകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ഗ്ലോബലിലേക്ക് ഒരു സെനറിയിലേക്ക് പോകുമ്പോൾ GCC വരണം, പ്രത്യേകിച്ച് ദുബായിൽ വരണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം. ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതുവരെ Damsure കമ്പനിയെ കുറിച്ച് അറിയാത്തവർക്ക് ഇവിടെ ഇരുന്ന് തന്നെ നാട്ടിൽ സർവീസ് കൊടുക്കാൻ നിങ്ങൾ അതിനെ കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി. നാട്ടിൽ പോയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവര് സർവീസ് കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഒരുപാട് കോളുകൾ അങ്ങനെ വരുന്നുണ്ട്. അതിൽ പിന്നെ വളരെ നല്ലൊരു സ്വീകാര്യത പ്രവാസികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും അത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് വളരെ നന്നായിരിക്കുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ നാട്ടിൽ പറഞ്ഞ പോലെ ഒരുപാട് മഴ കാര്യങ്ങൾ, പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UAE നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം ലീക്കേജസ്, പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും മഴയില്ലെങ്കിലും ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാറില്ല. എപ്പോഴും മഴയില്ലെന്ന് കരുതിയിട്ട് ഇവിടുത്തെ ആളുകളും അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് ഇവിടെയും ഒരു സ്വീകാര്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ലോഞ്ചിങ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നടന്നു. ഇനിയും ഗ്ലോബലിൽ കംപ്ലീറ്റ് എല്ലായിടത്തേക്കും എല്ലാ എമിറേറ്റ്സിലേക്കും നിങ്ങളുടെ ഈ ഒരു സർവീസ് എത്തിക്കാനായിട്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. M² present the right track in your episode. എല്ലാ UBL പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.